നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാറിൻ്റെ മൃതശരീരം ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പറവൂർ ടൗൺ ഹാളിൽ 1 മണിവരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം പറവൂർ ടൗൺ ഹാളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുവന്ന് 3 മണിയോടുകൂടിയാണ് സ്റ്റേറ്റിൻ്റെ ബഹുമതിയോടുകൂടി, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുക. തൻ്റെ മരണാനന്തരം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലും സലീം കുമാറിന് നിഷ്ഠയുണ്ടായിരുന്നു. മതപരമായ ഒരു ചടങ്ങും നടത്തരുത്, അസ്ഥി പുഴയിൽ ഒഴുക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സലീം കുമാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കുകയാണ് ഇന്ന് ചിറ്റാറ്റുകരയിലെ വീട്ടിൽ ലാഫിംഗ് വില്ലയിൽ അദ്ദേഹം മണ്ണോടടിയാൻ പോകുന്നത്. ഒരു തരത്തിലുള്ള മതപരമോ ജാതീയമായോ ആയ ചടങ്ങുകൾക്കൊന്നും സലീം കുമാർ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിനോടെല്ലാം കൃത്യമായ അകലം പാലിച്ചയാളാണ് എന്നതും ശ്രദ്ധേയമാണ്. തൻ്റെ പേര് വരുന്നത് പോലും ചിറ്റാറ്റുകരയിലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ, ഒരു മതേതരത്വത്തിൻ്റെ, സഹോദരൻ അയ്യപ്പൻ്റെ നാട്ടുകാർ ചേർന്നിട്ട തുടങ്ങിവെച്ച ഒരു രീതിയുടെ തുടർച്ചയാണ് എന്ന് സലീം കുമാർ പറയുന്നുണ്ട്. ചിറ്റാറ്റുകരയിൽ ഈഴവർക്കിടയിൽ തന്നെ നൗഷാദുമാരുണ്ടായിട്ടുണ്ട്, സലീംമാരുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് തൻ്റെ അച്ഛനും തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് പറയുന്നത്. സഹോദരൻ അയ്യപ്പനെ പിന്തുടർന്ന് പേരുകൊണ്ട് ജാതിയും മതവും തിരിച്ചറിയാതിരിക്കാൻ ശ്രദ്ധിച്ചു. പിന്നീടാണ് ഒരു അധ്യാപിക സലീം എന്ന് കണ്ടാൽ താങ്കളെ മുസ്ലിമായി തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞ് സലീം കുമാർ എന്ന പേരുകൂടി ചേർത്തത് എന്ന് സലീം കുമാർ പറയാറുണ്ട്. എല്ലാ മതപരമായ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒഴിവാക്കിയാണ് സലീം കുമാറിന് ഇന്ന് വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരണുണ്ട് ഇപ്പോൾ ടൗൺ ഹാളിന് പുറത്ത്. ശരൺ, നേരിയ മഴ പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പ്രകൃതി പോലും കണ്ണീർ വാർത്ത് നിൽക്കുകയാണ്. അച്ഛനുറങ്ങാത്ത വീട്, അതേപോലെ ആദാമിൻ്റെ മകൻ അബു തുടങ്ങിയ സിനിമകളിലൊക്കെ നമ്മളെ കണ്ണീരണിയിപ്പിച്ചാണ് ഈ കഥാപാത്രം, നമ്മുടെ സലീം കുമാറിൻ്റെ കഥാപാത്രം മടങ്ങുന്നത്. അതേപോലെ സലീം കുമാറിൻ്റെ മടക്കത്തിൽ പ്രകൃതി പോലും കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന നിമിഷമാണ് ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 1 മണിവരെയാണ് അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഉറപ്പാക്കുകയോ, എനിക്ക് തോന്നുന്നു ചില മുതിർന്ന നടന്മാരും താരങ്ങളുമൊക്കെ പറവൂർ ടൗൺ ഹാളിലേക്ക്, മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും ടൗൺ ഹാളിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ക്രമീകരണങ്ങൾ, ശരൺ? അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സലീം കുമാർ എന്ന മഹാനടൻ ഇവിടെ പറയുമ്പോൾ പ്രകൃതി തന്നെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നേരത്തെ കനത്ത മഴയായിരുന്നു, ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ സലീം കുമാറിൻ്റെ മൃതദേഹം പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിനകം തന്നെ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നതാണ്. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉള്ളിലേക്ക് കയറ്റും. അതിനുശേഷം ഇവിടെ 1 മണിവരെയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. എന്തായാലും നമുക്കറിയാം, വലിയ രീതിയിൽ തന്നെ കണ്ണീരണിയിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മളെല്ലാം സംബന്ധിച്ച് ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും സലീം കുമാറിനെ കുറിച്ച് വളരെ വ്യക്തിപരമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാട്ടുകാരെ സംബന്ധിച്ചടക്കം നാട്ടുകാർ പറയുന്നത്, എത്ര തിരക്കിനിടയ്ക്കിലും വളരെയേറെ സ്നേഹം പ്രകടിപ്പിച്ച് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ സിനിമാ ജീവിതം എന്നതിനപ്പുറം വലിയൊരു സൗഹൃദ വലയം കൂടി തീർത്ത വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആളുകൾ കൂടുതലായി ഇപ്പോൾ ഈ പറവൂർ ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. പറവൂർ ടൗൺ ഹാളിൽ അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. നേരത്തെ അമൃത ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥ് അടക്കമുള്ളവരും ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൃതദേഹം ഉള്ളിലേക്ക് കയറ്റുകയാണ്. എന്തായാലും 300ഓളം സിനിമകളിൽ അഭിനയിച്ച് ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറയുകയാണ്. ഇതിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ഈ അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രവും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ വലിയ രീതിയിൽ വൈറൽ കട്ടായി നിറയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഇവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കുകയും എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. 1 മണിവരെയാണ് ഹൈബി ഈഡനും പിഷാരടി MLA അടക്കമുള്ളവരൊക്കെ ഉണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട്. ഇവിടേക്കാണ് മന്ത്രിമാരും മറ്റ് താരങ്ങളുമെല്ലാം എത്തിച്ചേരുക. എല്ലാവിധ ക്രമീകരണങ്ങളും ഈ പറവൂർ ടൗൺ ഹാളിനുള്ളിലും ഏർപ്പെടുത്തി കഴിഞ്ഞു, അല്ലേ
അർജുൻ മട്ടന്നൂർ, അവിടെ മന്ത്രി അടക്കം സാംസ്കാരിക വകുപ്പ് മന്ത്രി AP വിശ്വനാഥും ഈ നമ്മളുടെ സലീം കുമാറിനോടൊപ്പമുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പറവൂർ ടൗൺ ഹാളിൽ മന്ത്രി അടക്കമാണ് ഇപ്പോൾ സലീം കുമാറിൻ്റെ മൃതദേഹം ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത്. MP ഉണ്ട്, MLA ഉണ്ട്, മന്ത്രിയുണ്ട്, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെയുണ്ട്. 1 മണിവരെയാണ് അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. മഴയായതുകൊണ്ട് രാവിലെ വലിയ തിരക്കില്ല. പക്ഷേ ഇനി വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ ആളുകളും സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട സലീം കുമാറിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തും. വരുന്നവരോടെല്ലാം ചിരിച്ചും തമാശ പറഞ്ഞും മാത്രം പെരുമാറുന്ന സലീം കുമാർ തിരിച്ചവരോട് ഒരു വാക്കുപോലും മിണ്ടില്ല. കണ്ണുകൊണ്ടോ കൈകൾ കൊണ്ടോ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഇങ്ങനെ സലീം കുമാറിനെ ഉറങ്ങുമ്പോഴല്ലാതെ മറ്റാരും കണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. അത്രമേൽ ആക്റ്റീവായിരുന്നു, അത്രമേൽ സൗഹൃദമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം സൃഷ്ടിച്ച സൗഹൃദത്തിൻ്റെ വല, സൗഹൃദത്തിൻ്റെ ലോകം വളരെ വലുതുമായിരുന്നു. അല്ലേ അർജുൻ മട്ടന്നൂർ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അപ്രതീക്ഷിത വിയോഗം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിക്കുള്ള സ്വീകരണ പരിപാടിയിലും അടക്കം സജീവമായി നിന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ടയാൾ, അദ്ദേഹം ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നു. അതിന് തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ വിയോഗം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പറവൂർ, ആ മരണം അല്ലെങ്കിൽ ആ വേർപാട് ഇപ്പോഴും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നത് വ്യക്തമാവുകയാണ്. രാവിലെ ഏതാണ്ട് 8 മണിയോട് കൂടിയാണ് അമൃത ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം പറവൂരിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിവരെയെങ്കിലും ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മന്ത്രി PC വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ ഹൈബീഡൻ MP, സിനിമാ മേഖലയിലുള്ള നിരവധി പേരടക്കം ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി നിരവധി പേർ ഇങ്ങോട്ടേക്ക്, സിനിമാ മേഖലയിലുള്ള എല്ലാ താരങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി VD സതീശനും അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയാണ് സലീം കുമാറിൻ്റെ വീട്. സ്വാഭാവികമായും വലിയ സൗഹൃദം കാലങ്ങളായുള്ള 2 വ്യക്തികളാണ്. അദ്ദേഹവും ഇവിടെ ഈ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സിനിമ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഈ പറവൂർ ടൗൺ ഹാളിലടക്കം കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് പോലും അദ്ദേഹം ഇത്തരത്തിൽ നിരവധി പരിപാടികളിലടക്കം പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഹാസ്യം നിറഞ്ഞ പ്രസംഗങ്ങളൊക്കെ തന്നെ കേട്ട അതിന് വേദിയായ സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ സലീം കുമാറിൻ്റെ അദ്ദേഹത്തിന് അവസാന ഒരു നോക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കനത്ത മഴ പുറത്ത് പെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആ മഴയെ അവഗണിച്ചു പോലും പറവൂർ ടൗൺ ഹാളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ രമേഷ് പിഷാരടി അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. ആംബുലൻസിലടക്കം ഇവർ അനുഗമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിലേക്ക് സലീം കുമാറിനെ സ്നേഹിക്കുന്ന, സലീം കുമാറിനോടൊപ്പമുള്ള സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒപ്പം തന്നെ ബന്ധുക്കളുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പറവൂർ ടൗൺ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലയാളിയുടെ ചലച്ചിത്രാസ്വാദനത്തിന് പുതിയൊരു വ്യാകരണം ചമച്ചാണ് സലീം കുമാർ നമ്മളിൽ നിന്നും വിട പറയുന്നത്. ജീവിതത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ചലച്ചിത്രത്തെക്കുറിച്ച് ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സരസമായ സംഭാഷണങ്ങൾ പല അഭിമുഖങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തെ തന്നെ അദ്ദേഹം വിവരിക്കാൻ ശ്രമിക്കുന്നത് ജീവിതമെന്ന് പറയുന്നത് ജനനമെന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനും മരണമെന്ന് പറയുന്ന ഒരു ഫിനിഷിംഗ് പോയിന്റിനും ഇടയ്ക്കുള്ള ഒരു ഡിസ്കഷൻ മാത്രമല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ മനുഷ്യരും, അവൻ എത്ര ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയാലും, എത്ര ഓസ്കാർ പുരസ്കാരങ്ങൾ കിട്ടിയാലും, ICU എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ ഒടുങ്ങേണ്ടതാണ് ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശ്വര വഴക്കില്ലല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ്. ജീവിതം ഇങ്ങനെ അങ്ങ് തീർന്നു പോകുന്നു എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ വന്ന് തുളും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കരൾ രോഗം വളരെ ഗുരുതരമാവുന്നൊരവസ്ഥയുണ്ടായി. ഒരു ഘട്ടത്തിൽ ഇത് സലീം കുമാറിനെ സ്നേഹിക്കുന്ന പറവൂരിലെയും ഒപ്പം തന്നെ എറണാകുളത്തെയും ഒക്കെ മനുഷ്യർ സലീം കുമാറിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 1 മണിവരെയാണ് പൊതുദർശനം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 1 മണിക്ക് ശേഷം സമ്പൂർണ്ണ ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒപ്പം ഹൈബിയുടെ MP-യും രമേശ് പിഷാരടി MLA-യും ഒക്കെ ഇപ്പോൾ ടൗൺ ഹാളിൽ ഉണ്ട്. പറവൂർ ടൗൺ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരണും അർജുൻ മട്ടന്നൂരും തത്സമയം തുടരുന്നുണ്ട്. ശരൺ, ബന്ധുക്കളും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ്. വീട്ടിൽ നിന്ന് ഭാര്യ അടക്കമുള്ളവരുണ്ട്. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും സലീം കുമാറിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് അല്പം രോഗം മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവുന്നു, ന്യൂമോണിയ ബാധിതനാണോ എന്ന് സംശയിക്കുന്നു. ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിച്ച് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നൽകിയെങ്കിലും പക്ഷേ തിരികെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ച് നാളായി രോഗം കലശലായിരുന്നു. കരൾ മാറ്റിവെച്ചതിന് ശേഷം, ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം അദ്ദേഹം തുടർച്ചയായി ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയും സാംസ്കാരിക സാമൂഹിക രംഗത്തും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഷ്ട്രീയ പ്രചരണ രംഗത്തുമൊക്കെ സജീവമായിരിക്കുകയും ചെയ്തയാളാണ്. തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ കലാകാരനാണ് ഇപ്പോൾ ആ ചില്ലുകൂട്ടിൽ കിടക്കുന്നത്. ശരൺ, ഇപ്പോൾ അവിടേക്ക് ധാരാളം പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമൊക്കെ എത്തിച്ചേരുന്നുണ്ട്.